ഹേ എവരിവൺ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനാണെങ്കിൽ ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. ഞങ്ങൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഇന്ത്യക്ക് പോവുകയാണ്. അപ്പോൾ 3 ദിവസമൊക്കെ എടുക്കും അവിടെ എത്താൻ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച എന്തുകൊണ്ടൊരു ട്രാവലിംഗ് വ്ളോഗ് പോലെ ചെയ്തുവിടാന്നുള്ളത്. ഓൾറെഡി ഞങ്ങൾ ലഗേജൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം വെറീഡ് ആവേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് മോസ്കോ ടു അബുദാബിയാണ്. മോസ്കോക്ക് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഫ്ലൈറ്റ് ത്രൂ പോവാമെന്നായിരുന്നു. പിന്നെ അത് ഡിലേ ആവുമെന്നുള്ള പേടി കാരണം പിന്നെ ബസ് ത്രൂ ആക്കിയതാണ്. ബസ് ചൂസ് ചെയ്തത് നല്ലൊരു ബെറ്റർ ഓപ്ഷനായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത്. കാരണം കുറേ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ പറ്റി. കുറേ ഫീൽഡിൽ തന്നെ പല രീതിയിലുള്ള കൾട്ടിവേഷൻ ചെയ്തിട്ടുള്ളതൊക്കെ കാണാൻ പറ്റി. മുമ്പ് തന്നെ സീറ്റ്സൊക്കെ ബുക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് 6 പേർക്കും അടുത്തടുത്തായിട്ടാണ് സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈവനിങ് ഒരു 2 o'clock ആകുമ്പോഴായിരുന്നു ഞങ്ങൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കും, പിന്നെ സീരീസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണും, പിന്നെ കിടന്നുറങ്ങും. അതുകൊണ്ട് തന്നെ ടൈം പോണത് വല്ലാണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല. ഈവനിങ് നൈറ്റൊക്കെ ആവാറായപ്പോൾ പിന്നെ എല്ലാവരും കുറച്ച് നേരം എഴുന്നേറ്റിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അങ്ങനെയാണ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിരുന്നത്. ഓരോ 2 മണിക്കൂറും തോറും സ്റ്റോപ്സൊക്കെ ഉണ്ട്. അത് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ നിർത്തുന്നത്. അപ്പോൾ നൈറ്റൊക്കെ ആയപ്പോൾ ഇങ്ങനെ നിർത്തിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ കയറിയത്. പിന്നെ ഫോണിലൊക്കെ കളിച്ചിരുന്നിട്ട് എപ്പോഴാണ് കിടന്നുറങ്ങിയതെന്നൊന്നും അറിഞ്ഞില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പോണ വഴിയൊക്കെ ഫുൾ ഓഫ് സൺഫ്ലവേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വ്യൂസൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. ആഫ്റ്റർ എ ലോങ് ജേണി ഞങ്ങൾ മോസ്കോയിലെത്തിയതിന് ശേഷം പിന്നെ ഞങ്ങൾ തപ്പി നടന്നത് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ അവിടെ കയറിയിട്ട് പെട്ടെന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത്. കാരണം ഞങ്ങൾ ഭയങ്കര ടയേർഡായിരുന്നു. ഞങ്ങളിവിടെ എത്തുമ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ക്യാബിൻ ബുക്ക് ചെയ്തിട്ട് എയർപോർട്ടിൽ പോവുകയാണ് ചെയ്തത്.
ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും നേരത്തെയാണ് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ തന്നെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിറ്റേ ദിവസം പുലർച്ചക്കാവുമ്പോഴായിരുന്നു ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തത്. എന്തോന്നെടുക്കുക, അതിന് കുറച്ച് സുന്ദരിയായിപ്പോയി. അതിന് എപ്പോഴും ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ ഓൾറെഡി നേരത്തെ വന്നാൽ എന്താണ് ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്ന ആ ക്യൂവിൽ ഫസ്റ്റായിട്ട്. ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഫ്ലൈറ്റിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് പിന്നെ ഒരു 1.5 hour കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫ്ലൈറ്റിലേക്കുള്ള എൻട്രി സ്റ്റാർട്ട് ചെയ്തത്. മോസ്കോ ടു അബുദാബി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5.5 hour ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ നേരം കിടന്ന് ഉറങ്ങുക, പിന്നെ സീരീസൊക്കെ കാണുക, അങ്ങനെ ചെയ്തിട്ടാണ് ഈ ഒരു 5 hours സർവൈവ് ചെയ്തത്. പക്ഷെ പെട്ടെന്ന് എത്തിയപ്പോൾ ഫീൽ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ അബുദാബി എത്തിയിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു 1.5 hour ആയിരുന്നു ലേ ഓവർ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഓൾറെഡി മോസ്കോയിൽ വന്നേക്ക് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇവിടെ വന്ന് പിന്നെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ വന്നേക്ക് ചെയ്തത് ഫേസൊക്കെ വാഷ് ചെയ്യലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അങ്ങനത്തെ കുറച്ച്
സെൽഫ് കെയർ ചെയ്യലായിരുന്നു. കുറേ മാസങ്ങൾക്ക് ശേഷം നമ്മളെ ചുറ്റുള്ള എല്ലാവരും മലയാളം സംസാരിക്കണമെന്ന് കേട്ടതുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. അബുദാബി ടു കൊച്ചിയിലുള്ള ഫ്ലൈറ്റ്. ഈ ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഭാഗത്ത് സീറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ ടൈം അധികം പോയതറിഞ്ഞില്ല. കുറച്ച് നേരം ഞങ്ങൾ ലുഡോ ഒക്കെ ഇരുന്ന് കളിച്ച് വെറുതെ ഇത്രയും ദിവസം നിന്നതിനെ കുറിച്ച് കുറേ പറഞ്ഞ് മിസ് ചെയ്യും, ഒരു മാസമാണെങ്കിൽ മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഞങ്ങളായിരുന്നു സംസാരിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ടും പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയത് കൊണ്ടും ടൈം പോയതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴത്തേനും നൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി വീഡിയോസൊക്കെ എടുത്തത് അപ്പോഴാണ്. എയർപോർട്ട് ചെയ്ത പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാറായി. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ വീട്ടുകാരെ കണ്ടതും പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല ഞങ്ങൾക്ക്. ടൈം കിട്ടിയില്ല എന്നല്ല, ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നെ വണ്ടിയിലൊക്കെ കയറിയപ്പോഴാണ് ഞാനിങ്ങനെ ട്രാവലിംഗ് വ്ളോഗിൻ്റെ ഇത് ചെയ്തിരുന്നു എന്നുള്ളൊരു ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് വീഡിയോസ് എടുക്കുക ചെയ്തത്. പക്ഷെ ഓൾറെഡി ടയേർഡ് ആയതുകൊണ്ട് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ പോണ വഴിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് എന്നിട്ടാണ് വീട്ടിൽ എത്തിയത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.